വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മഹത്തായിരിക്കുന്ന ഒരു ഇൽമിന്റെ മജ്ലിസിൽ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, മഹത്തായിരിക്കുന്ന ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത്. ദുൽഹജ്ജ് മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് ആളുകൾ ഒരുപാട് മുഅ്മിനീങ്ങൾ കഅബ ഷരീഫിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. ബഹുമാനയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ പൗത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഒക്കെ വളരെ മഹത്തായിരിക്കുന്ന സ്മരണകൾ അഴവിറക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഒക്കെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. ഞാൻ ഇവിടേക്കൊന്നല്ല പ്രവേശിക്കുന്നത്. ഈ മഹത്തായിരിക്കുന്ന മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരുപാട് സുന്നത്തുകളുള്ള ഒരു മാസമാണ് ഈ മഹത്തായിരിക്കുന്ന ദുൽഹജ്ജ് മാസം. നമുക്കറിയാം, ഉളുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത് വളരെ ശക്തമായ സുന്നത്താണ്. ഉളുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കുമ്പോഴും ആ ഉളുഹിയ്യത്ത് അറുക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കാൻ തീരുമാനിച്ചവരാണെങ്കിൽ ദുൽഹജ്ജ് മാസം പിറന്ന മുതൽ, ആ ദുൽഹജ്ജ് മാസം പിറന്ന അന്ന് മുതൽ ഉളുഹിയ്യത്ത് അറുക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല. നമ്മുടെ നഖം, മുടി, അതുപോലെ ശരീരത്തിൽ നിന്ന് രോമങ്ങളൊന്നും അങ്ങനെ നീക്കം ചെയ്യാതെ ഈ ബലി അറുക്കുന്ന ദിവസം വരെ നമ്മൾ കാത്തിരിക്കണം. അതൊരു സുന്നത്താണ്, പ്രത്യേകമായ സുന്നത്താണ്. എന്തിനാണ് ഈ സുന്നത്ത്? നമ്മുടെ ആ ബലികർമ്മത്തിന് സാക്ഷിയാവാൻ, അള്ളാഹുവിന്റെ ആ മഹത്തായ കർമ്മത്തിന് വേണ്ടിയിട്ട് സാക്ഷിയാകാൻ വേണ്ടിയാണ്. മാത്രവുമല്ല, അതുപോലെ തന്നെ പ്രത്യേകമായ മറ്റൊരു സുന്നത്താണ്. നമ്മൾ ചിന്തിക്കണം, ദുൽഹജ്ജ് മാസം 1 മുതൽ ഏതെങ്കിലും മൃഗങ്ങളുടെ, അതായത് ബലി അറുക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആടുമാട്, ഒട്ടകം, ഈ മൃഗങ്ങളുടെ ശബ്ദം കേട്ടാൽ പോലും, മൃഗങ്ങളെ കണ്ടാൽ പോലും തക്ബീർ ചൊല്ലണമെന്നാണ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. അതൊരു പ്രത്യേകമായ സുന്നത്താണ്. നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുപോലെ തന്നെ അറഫാ ദിനം മുതൽ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലണം. അതുപോലെ പെരുന്നാളിന്റെ തലേന്ന് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ, ഇമാം മിമ്പറിൽ കയറുന്നത് വരെ നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ വളരെ പുണ്യമാക്കപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ടതാണ്. മാത്രമല്ല, ദുൽഹജ്ജ് 1 മുതൽ 9 വരെ, ദുൽഹജ്ജ് 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കലും പ്രത്യേകമായ സുന്നത്തുണ്ട്. പ്രത്യേകമായ സുന്നത്തില് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ദുൽഹജ്ജ് 9 അറഫാ ദിനത്തിന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളുള്ള ഒരു മാസമാണ്. ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ സാധിക്കുന്ന ഒരു മാസമാണ് ദുൽഹജ്ജ് മാസം. അതുപോലെ തന്നെ വളരെയേറെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അതുപോലെ വളരെയേറെ സുന്നത്തുകൾ ഈ ഒരു മാസത്തിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകിയ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന്റെ മഹത്തായിരിക്കുന്ന ഇഷ്ടം കരസ്ഥമാക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെയുള്ള സുന്നത്താണ്, പ്രത്യേകമായ ഒരു സുന്നത്താണ് വൽ ഫജ്ർ സൂറത്ത് ഓതുക എന്നുള്ളത്. രാത്രിയിൽ വൽ ഫജ്ർ സൂറത്ത് ഓതുക. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്ത് രാത്രിയിൽ പാരായണം ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിൽ. അപ്പൊ ഇത്തരം സുന്നത്തുകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അറഫാ ദിനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോമ്പനുഷ്ഠിക്കുക. മാത്രമല്ല, മഹാന്മാരൊക്കെ, ചില ആളുകളൊക്കെ അറഫാ ദിനത്തിൽ സംഗമിക്കുന്ന സമയത്ത്, അറഫാ സംഗമ സമയത്ത് നമ്മൾ അവരോടൊരു ഇത്തിബാ ചെയ്യാൻ വേണ്ടിയിട്ട് പകലിൽ പ്രാർത്ഥന നിരന്തരമായിരിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹീതമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരൊക്കെ പറയാറുണ്ട്. അപ്പൊ അതും നമ്മുടെ ജീവിതത്തിൽ അറഫാ ദിനത്തിൽ
ഏതെങ്കിലുമൊക്കെ പള്ളിയിലിരുന്ന് അള്ളാഹുവിന്റെ ആ ഒരു മഹത്തായിരിക്കുന്ന ഇഷ്ടം കരസ്ഥമാക്കാൻ നോമ്പുകാരായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ദിക്റുകളും സലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കബൂൽ ചെയ്യട്ടെ. ഈ മഹത്തായിരിക്കുന്ന നമുക്കറിയാം മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. 80 വയസ്സ് അല്ലെങ്കിൽ 120 എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും 80-ാമത്തെ വയസ്സ് നമ്മൾ ചിന്തിക്കുക. 80 വയസ്സ് വരെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു ദമ്പതികൾ 80-ാമത്തെ വയസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ്. 80-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു, ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള അവസരം കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിൽ മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചു. അള്ളാഹു പറഞ്ഞതാണോ എങ്കിൽ റെഡി എന്ന് പറഞ്ഞിട്ട് ബലിയറുക്കാൻ തയ്യാറാകുമ്പോൾ വേണ്ട ബലിയറുക്കേണ്ടതില്ല, നിങ്ങൾ പകരം ഒരാടിനറുത്താൽ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്ദേശം കൊടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം മക്ക മുക്കറമിൽ, മക്ക എന്ന പ്രദേശത്ത് ഒരു പക്ഷികൾ പോലും പറക്കാതിരുന്ന കാലഘട്ടത്തിൽ മഹാനായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹദിയായിരിക്കുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും അവിടുത്തെ പുത്രനായിരിക്കുന്ന ഇസ്മായിൽ നബിയെയും അവിടെ കൊണ്ടാക്കുകയാണ്. യാതൊരു രീതിയിലുള്ള വെള്ളം പോലും ലഭിക്കാനില്ലാത്ത ഒരവസ്ഥ. ചുറ്റുപാടുകളും വിജനമാണ്. ഒരിക്കലും അവിടെ എവിടെയും വെള്ളമില്ല, മനുഷ്യവാസമില്ല, ഒരു പക്ഷികൾ പോലും പറക്കുന്നില്ല. അങ്ങനെ പറക്കാതിരിക്കുന്ന സമയത്ത്, അങ്ങനെ പറവകൾ പോലും ഇല്ലാത്ത ഒരു സന്ദർഭത്തില് മഹാനായിരിക്കുന്ന ഹാജറ ബീവിയോട് വിട്ടുകൊണ്ട് മഹാനായിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് പോരുമ്പോ ഹാജറ ബീവി ചോദിക്കുകയാണ്, അല്ലയോ ഞങ്ങൾ ഇവിടെ ഇട്ടേച്ച് പോവുകയാണോ? വീണ്ടും ചോദ്യം വന്നു, ഇവിടെ ഇട്ടേച്ച് പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, ഇവിടെ ഇട്ടേച്ച് പോവുകയാണോ? വീണ്ടും മിണ്ടിയില്ല. പിന്നെയും ചോദിച്ചു, ഇല്ല. നാലാമത് പിന്നെ ചോദിച്ചു, ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു മൂന്നാമതായിട്ട്, അല്ലയോ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ അതോ നിങ്ങളുടെ തീരുമാനമാണോ? അപ്പൊ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് കേട്ടപ്പോൾ എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ, ഇനി നിങ്ങൾക്ക് പ്രശ്നമില്ല, എനിക്ക് പേടിയില്ല, അള്ളാഹു എന്നെ കാത്തുകൊള്ളുമെന്ന് മറുപടിയാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ചിന്തിക്കണം, അള്ളാഹു കാത്തുകൊള്ളും, അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ പിന്നെ നാം പേടിക്കേണ്ടതില്ല എന്ന ഹാജറ ബീവിയുടെ ആ സന്ദേശമുണ്ടല്ലോ, അത് നമുക്കൊക്കെ ഇന്ന് ബാധകമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണോ എങ്കിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. അള്ളാന്റെ തീരുമാനമാണെങ്കിൽ പിന്നെ എനിക്കതിൽ ഭയമില്ല, നിങ്ങൾ പോയിക്കോളുക. അങ്ങനെ കുട്ടി കാലിട്ടടിച്ച് കരയുന്ന സമയത്ത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഓടിപ്പോവുകയാണ് സഫയുടെ കുന്നിലേക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ? പിന്നീട് മറുവയിലേക്ക്. അവസാനം നമുക്ക് എല്ലാവർക്കും അറിയാം, സംസം വെള്ളം അല്ലെ, സംസം എന്ന ആ വെള്ളം മുറവപ്പെട്ടുകയും അതൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ അതിന്റെ ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. നമ്മൾ ചിന്തിക്കണം, ഒരു ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെ അനുസ്മരിക്കുന്നതാണ്. ഒരു കുടുംബം എന്തൊക്കെ ചെയ്തു അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ, ഒരു കുടുംബം അള്ളാഹുവിന് വരമേൽപ്പിച്ച് എന്തൊക്കെ ചെയ്തു, ആ കുടുംബത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നമ്മൾ ആ കർമ്മങ്ങൾ ഇന്നും നിർവഹിച്ചു പോരുകയാണ്. അതാണ് മഹാന്മാരുമായിട്ടുള്ള ആദരവ്, മഹാന്മാരുടെ ബഹുമാനം, ആദരവൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം അതൊക്കെ. നമ്മൾ അതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. മഹാന്മാരായിരിക്കുന്ന മഹാനരഥന്മാരായിരിക്കുന്ന ആളുകൾ ചെയ്തു വെച്ച് പോകുന്ന കാര്യങ്ങളിൽ നമ്മൾ അത് പിന്തുടരുമ്പോൾ അതിലൊക്കെ വലിയ വലിയ പാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്മരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ഹജ്ജിന്റെ കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ഒരു ദുആയുണ്ട്, അല്ലാഹുവേ എന്നെയും എൻ്റെ തലമുറകളെയും ഒക്കെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ, നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ.
അപ്പൊ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അവർക്ക് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് തന്നെ. അപ്പൊ കൃത്യമായിട്ട് നിസ്കരിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മഹത്തായിരിക്കുന്ന ദുൽഹജ്ജ് മാസത്തിലെ അവിടത്തേക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും ആ മഹാന്മാരെയൊക്കെ സ്മരിക്കാനും അതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ ഹജ്ജിന് പോയവർക്കൊക്കെ ഹജ്ജിന് പോകാത്തവർക്കൊക്കെ പോകാനും ഹജ്ജിന് പോയവരൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ പ്രദാനം ചെയ്യട്ടെ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിയിൽ ഖദ്രിൽ അദീമിൽ ജായി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.